ഹായ്, ടിഷാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മഴക്കാലത്ത് നമ്മുടെ ചെടികളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ ചെടികളെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ്. ഇപ്രാവശ്യം മഴ നേരത്തെ തുടങ്ങി. മഴക്കാലത്ത് ചെടികൾ നനച്ചു കൊടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ മറ്റു സീസണേക്കാളും മഴക്കാലം ചെടികൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഈ സമയത്താണ് ചെടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും കേടുകളൊക്കെ സംഭവിക്കുക. നമ്മുടെ ഗാർഡനിലുള്ള ചെടികൾ പലതും പല ചെടികളാണല്ലോ. എന്നാൽ എല്ലാ ചെടികളിലും മഴ ഒരേ രീതിയിലല്ല ഗുണങ്ങൾ നൽകുന്നത്. അതുപോലെ ചെടികൾക്ക് വരുന്ന പ്രശ്നങ്ങളും പലതായിരിക്കും. അതുകൊണ്ട് മഴക്കാലത്ത് ചെടികൾക്ക് നല്ല സംരക്ഷണം വേണം. നമ്മൾ പ്രധാനമായിട്ടും 16 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ചെടികൾ ഏത് ചെടി മഴയത്ത് വെക്കണം, ഏത് മഴ കൊള്ളിക്കാതെ വെക്കണം എന്ന് അറിഞ്ഞ് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഗാർഡനിലുള്ള എല്ലാ ചെടികളും മഴ കൊള്ളാൻ പറ്റുന്നവയല്ല. നമ്മൾ വളർത്തുന്ന എല്ലാ ചെടികളും ഒരുപോലെയല്ല. ഓരോ ചെടിയുടെയും ആവശ്യവും അത് വളരുന്ന രീതിയും വേറെ വേറെ ആയിരിക്കും. ഇതൊക്കെ അറിഞ്ഞും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. നമ്മൾ വളർത്തുന്ന ചെടികൾ വർഷങ്ങളോളം നിൽക്കുന്ന ചെടികൾ വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലാണ്. ചില ചെടികളെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ചെടികളിലും വെള്ളം നല്ല വെണ്ണം വേണം. ഇങ്ങനെയുള്ള ചെടികൾ മഴയത്ത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കും. എന്നാൽ കുറേ കാലം നിൽക്കുന്ന ചെടികൾക്ക്, അഡീനിയം, കാക്ടസ്, സെക്കുലൻ്റ് പോലുള്ള ചെടികൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം കുറവാണ്. ഇങ്ങനെയുള്ള ചെടികൾ മഴയത്ത് കുറേ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ചെടികൾ മഴ കൊണ്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് ബാധിക്കും. പൊതുവെ വേരുകൾ ചെയ്യൽ, ഫംഗൽ ബാധ പോലുള്ള പ്രശ്നങ്ങളാണ് മഴക്കാലത്ത് കണ്ടുവരുന്നത്. ഈ സെക്കുലൻ്റ്, കാക്ടസ് പോലുള്ള ചെടികൾ മഴയത്ത് നിന്ന് മാറ്റി വയ്ക്കാം. എന്നാൽ നല്ല വെളിച്ചം കിട്ടുന്നിടത്ത് വേണം വയ്ക്കാൻ. അഡീനിയം വളർത്തുന്നത് ചെറിയ ചെടിയാണെങ്കിൽ മഴക്കാലത്ത് സ്ഥലം മാറ്റി വയ്ക്കാം. ഇനി വലിയ ചെടിയാണെങ്കിൽ മഴയത്ത് നിന്നോട്ടെ, കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ച് കൊടുക്കുന്നത്. നമ്മൾ ചെടിച്ചട്ടിയിൽ മുകളിൽ വരെ മണ്ണ് നിറച്ച് കൊടുക്കാറില്ല. ഈ വളമിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ടാണ് മണ്ണ് നിറച്ച് കൊടുക്കുന്നത്. എന്നാൽ ഇത്രയും മണ്ണില്ലാതെ കിടക്കുമ്പോൾ മഴക്കാലത്ത് ഈ സ്ഥലത്തെല്ലാം വെള്ളം കെട്ടി നിന്നിട്ട് വേര് ചീഞ്ഞു പോകും. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ചട്ടികളിൽ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. 1/2 ഇഞ്ച് മാത്രം വിട്ടിട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം വെള്ളം കെട്ടി നിൽക്കില്ല. കൂടുതലായിട്ട് വരുന്ന വെള്ളം ചെടിച്ചട്ടിയിൽ നിൽക്കാതെ ഒഴുകി പോവുകയും ചെയ്യും. മഴക്കാലം തീർന്നാൽ മുകളിലുള്ള മണ്ണിനെ എടുത്ത് മാറ്റിയും കൊടുക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളം വാർന്നു പോകുന്ന ഹോളിനെ ശ്രദ്ധിക്കണം. മഴക്കാലത്ത് നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇത് കണ്ടില്ലേ, ഈ ചട്ടിയുടെ ഡ്രെയിനേജ് ഹോളിൻ്റെ ഇടയിൽ കൂടെ വേനൽക്കാലത്ത് വേര് മണ്ണിലേക്ക് ഇറങ്ങിയതാണ്. ഇനി ഇത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും, വേരുകൾ ചീഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ പല ചട്ടികളിലും ഡ്രെയിനേജ് ഹോള് വേരുകൾ പുറത്തേക്ക് വന്നിട്ട് അടഞ്ഞു പോകാറുണ്ട്. ഇതെല്ലാം മഴക്കാലമാകുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഈ ഹോൾ അടഞ്ഞു പോയാൽ വേരുകൾക്ക് വായുസഞ്ചാരം കിട്ടില്ല. ഇനി നാലാമത്തെ കാര്യം നോക്കാം, ചെടിച്ചട്ടിയിലെ താഴെയുള്ള പ്ലേറ്റിനെ ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾ ടെറസിന് മുകളിലായോ മഴ നനയുന്നിടത്തോ ചട്ടിക്കടിയിലായിട്ട് ട്രേ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെള്ളം ഒഴിവാക്കിയിട്ട് ക്ലീൻ ചെയ്യണം. ഇതിൽ കുറേ വെള്ളം കെട്ടി നിന്നാൽ ചെടിച്ചട്ടിയിലെ അടിഭാഗത്തെ വേരുകൾക്ക് കേടുകളുണ്ടാവും. അതുകൂടാതെ കൊതുകുകളും പ്രാണികളും മുട്ടകളിട്ടിട്ട് പെരുകുകയും ചെയ്യും. അതുകൊണ്ട് ട്രേ മഴക്കാലത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളം ഒഴിവാക്കിയിട്ട് ക്ലീൻ ചെയ്യണം. ഇനി അഞ്ചാമത്തെ കാര്യം നോക്കാം, താഴ്ഭാഗമുള്ള ഇലകളെ വെട്ടി മാറ്റി കൊടുക്കുന്നത്. ഈ മഴക്കാലത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നാണിത്. നോർമൽ ചെടികളെക്കാളും ഹൈബ്രിഡ് ചെടികളിലും സെൻസിറ്റീവായ ചെടികളിലാണ് ഈ പ്രശ്നം അധികമായിട്ടും കണ്ടുവരുന്നത്. ഈ മഴ സമയം ചെടികളുടെ ഏറ്റവും അടിയിലുള്ള ഭാഗങ്ങളാണ് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്, ചീഞ്ഞു പോകുന്നതും. ഇത് മറ്റു ഭാഗങ്ങളിലേക്ക് വേഗം പടർന്നു പോവുകയും ചെയ്യും. ഈ മഴക്കാലം ചെടികളുടെ ഏറ്റവും അടിയിലുള്ള ഇലകളിൽ എപ്പോഴും ഈർപ്പം നിൽക്കും. കൂടാതെ അടിയിലുള്ള ഇലകൾ എപ്പോഴും മണ്ണിലേക്ക് എടുക്കുകയുണ്ടാവുക. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ചില സമയത്ത് ഇലകൾ ചീഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ചെടിയുടെ മറ്റു ഭാഗങ്ങളിലേക്കും പടരും. അതിന് ചെയ്യേണ്ടത് ഇങ്ങനെ അടിഭാഗത്ത് മണ്ണ് കിടക്കുന്ന ഇലകൾ വെട്ടി മാറ്റി കൊടുക്കുക എന്നതാണ്. റോസ്, ഹൈബ്രിഡ് ജമന്തി, പെറ്റൂണിയ പോലുള്ള ചെടികളിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കണം. ഇനി ആറാമത്തെ കാര്യം നോക്കാം, മഴക്കാലം ചെടികളെ വെട്ടിക്കൊടുക്കുക എന്നതാണ്. മഴക്കാലത്ത് ധാരാളമായിട്ട് വളർന്നു വരുന്ന ചെടികളെ താഴ്ത്തി വെട്ടിക്കൊടുക്കണം. അതായത് ഹാർഡ് റൂണിങ് ചെയ്തു കൊടുക്കണം. ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ നല്ല വായുസഞ്ചാരം ഉണ്ടാവും. ഇങ്ങനെ മഴ സമയത്ത് വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഈ വളർച്ചയില്ലാതെ മുഴച്ച് നിൽക്കുന്ന കമ്പുകളും കേടുള്ള കമ്പുകളും അതെല്ലാം ചെടിയിൽ നിന്ന് മാറിയിട്ട് പുതിയ വളർച്ച ഉണ്ടാവും. ഇലകളോട് ചേർത്ത് കമ്പുകളെ വെട്ടുന്നത് ഫംഗൽ രോഗങ്ങൾ ചെടിയിൽ വരില്ല. മഴക്കാലം പുതുതായിട്ട് വരുന്ന കമ്പുകൾ നല്ല കരുത്തോടെ വളരും.
അതുകൊണ്ട് മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ വെട്ടിക്കൊടുക്കണം. ഇനി 7ാമത്തെ കാര്യം നോക്കാം, ഇൻഫെക്ഷൻ ഉള്ള ശിഖരങ്ങളെ വെട്ടി മാറ്റുന്നത്. ഈ മഴക്കാലം ബ്രൂൺ ചെയ്യണം. എന്നാൽ ഇതിന് പറ്റിയില്ലെങ്കിൽ കേടായ ഇലകളോ ഇനി കേടുപറ്റിയ ഇലകളോ മുറിച്ച് മാറ്റി കൊടുക്കാം. ഈ കമ്പുകൾ മുറിച്ച് മാറ്റിയാൽ ഇൻഫെക്ഷൻ വരുന്ന ചെടികളിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാഫ് പോലുള്ള ഫംഗിസൈഡ് തേച്ച് കൊടുത്താൽ മതി. ഇനി 8ാമത്തെ കാര്യം നോക്കാം, ഈ കീടാണുക്കൾ ചെടിയിൽ വരാതെ തടയുന്നത്. ചെടികളിൽ കീടാണുക്കൾ ബാധിക്കുന്നത് മഴക്കാലത്തും തണുപ്പ് കാലത്തുമാണ്. അതിന് ചെയ്യേണ്ടത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് വേപ്പെണ്ണ പോലുള്ള മൈൽഡായിട്ടുള്ള കീടനാശിനി ഈ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി മഴക്കാലത്ത് കീടങ്ങൾ വന്നില്ലെങ്കിലും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 15 ദിവസം കൂടുമ്പോൾ ഈ കീടനാശിനി തളിച്ചു കൊടുത്താൽ മതി. 9ാമത്തെ കാര്യം നോക്കാം, ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുന്നത്. ഈ മഴക്കാലത്ത് കീടങ്ങളെ തടയുന്നത് പോലെ തന്നെ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതും തടയാൻ വേണ്ടിയിട്ട് സാഫ് പോലുള്ള ഏതെങ്കിലും ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. മഴക്കാലത്ത് ഈർപ്പം ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ റോസ്, അടീനിയം തുടങ്ങിയ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ നേർപ്പിച്ച് ഫംഗിസൈഡ് ഈ ചെടികൾക്ക് ചുവടെയല്ലാതെ ചെടികളുടെ മുകളിലും ചെടികളുടെ മുകളിലൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി 10ാമത്തെ കാര്യം നോക്കാം, ചുവടിനെ ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഈ ചട്ടിയിലുള്ള മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ മേൽമണ്ണ് വർഷങ്ങളോളം നിൽക്കുന്ന ചെടികളിലാണ് ചുവടിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത്. ഈ ചെറിയ ചെടികളിലൊന്നും ഇളക്കി കൊടുക്കണമെന്നില്ല. ഇങ്ങനെ മേൽമണ്ണ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് വായുസഞ്ചാരം കിട്ടും, വെള്ളം നല്ലപോലെ വാർന്നു പോവുകയും ചെയ്യും. 11ാമത്തെ കാര്യം നോക്കാം, ചെടിച്ചട്ടിയിലെ മണ്ണിൽ ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഈ മഴക്കാലത്ത് എങ്ങനെ നോക്കിയാലും ചെടിച്ചട്ടിയിൽ വെള്ളം നിൽക്കും. ഇങ്ങനെ വെള്ളം വാർന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ചട്ടികളിൽ ഡ്രൈനേജ് ഹോൾ നല്ലപോലെ ദ്വാരം ഇട്ടതിന് ശേഷം ചട്ടിയിൽ ഇതുപോലെ മുകൾ ഭാഗം മുതൽ അടിഭാഗം വരെ വലിയ ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോകും. ഇങ്ങനെ ദ്വാരങ്ങൾ ഇടാൻ പറ്റിയില്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പെട്ടെന്ന് ചിരിച്ച് കളഞ്ഞാലും മതി. ഇനി 12ാമത്തെ കാര്യം നോക്കാം, ചെടിച്ചട്ടിയിലുള്ള കളകൾ എടുത്ത് മാറ്റി കൊടുക്കണം. ഇത് മാറ്റിയില്ലെങ്കിൽ ചെടിച്ചട്ടിയിലെ വളമെല്ലാം ഈ കളകൾ വലിച്ചെടുത്തിട്ട് പെട്ടെന്ന് വളരും. അപ്പോൾ മഴയ്ക്ക് മുന്നേ ആയിട്ട് ഇതെല്ലാം പറിച്ച് ഒഴിവാക്കി കൊടുക്കുക. ഇതുപോലെ കളകൾ ചട്ടിയിൽ വളരുകയാണെങ്കിൽ ചട്ടിയിലെ വളങ്ങളെല്ലാം കുറഞ്ഞു പോകും. ഇനി 13ാമത്തെ കാര്യം നോക്കാം, ചെടികൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മഴ പെയ്യുമ്പോൾ കാറ്റുണ്ടാവും. ഈ സമയത്ത് സപ്പോർട്ട് കൊടുക്കേണ്ട ചെടികളുണ്ടാവും. അവയ്ക്ക് മഴയ്ക്ക് മുമ്പേ ഒരു സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് മഴയത്ത് ഒടിഞ്ഞു വീണു പോകും. ബലമുള്ള കമ്പോ പൈപ്പോ വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കാം. 14ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിന് വെളിച്ചം കിട്ടണം ചെടികൾക്ക്. കുറേ ചെടികൾ വളർത്തുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. മഴ സമയം സൺലൈറ്റ് അധികം കിട്ടാത്തത് കൊണ്ട് വെളിച്ചം കുറവായിരിക്കും. എല്ലാ ചെടികൾക്കും ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടാറില്ല. ചില ചെടികൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാതിരുന്നാൽ ഈ ചെടികളിലും ഇലകളിലും കേടുകളുണ്ടാവും, നല്ലപോലെ വളരില്ല. അങ്ങനെയുള്ള കേടുകൾ മാറുന്നതിന് വേണ്ടിയിട്ട് മഴക്കാലത്ത് ഇടയ്ക്ക് വെയിലിറക്കുന്ന സമയത്ത് ഇത്തരം വെയിൽ കൊള്ളിക്കേണ്ട ചെടികൾ വെയിലത്ത് വെച്ചാൽ മതി. അപ്പോൾ ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരും. ഇനി 15ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപോർട്ടിങ്ങാണ്. നമ്മൾ വളർത്തുന്ന ചെടികൾ റീപോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്യാൻ പറ്റിയ സമയം മഴക്കാലമാണ്. വർഷങ്ങളോളം വളർത്തുന്ന ചെടികളെ മഴക്കാലത്ത് റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ ചട്ടിയിൽ അത് ഭംഗിയിൽ വളരും. നല്ല മഴയുള്ളപ്പോൾ റീപോർട്ട് ചെയ്യേണ്ട, മഴ കുറവുള്ളപ്പോഴോ ഇടയ്ക്ക് വെയിലിറക്കുമ്പോഴോ റീപോർട്ട് ചെയ്താൽ മതി. ഇനി 16ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം, മുകളിൽ നിന്ന് ഈ വേസ്റ്റ് വാട്ടർ ഉണ്ടല്ലോ അത് ഒഴുകി വരുന്ന ഭാഗത്തായിട്ട് ചെടികൾ നടാതെയും അതുപോലെ ചട്ടിയിൽ വയ്ക്കാതെയും ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ അലോവേര പ്ലാന്റ് കണ്ടില്ല, ഇത് മുകളിൽ നിന്ന് വേസ്റ്റ് വാട്ടർ വരുന്ന പൈപ്പിൻ്റെ അടുത്തായിട്ടാണ് ഇരുന്നിരുന്നത്. ചട്ടിയിൽ വെള്ളം നിന്നിട്ടൊന്നുമില്ല, എന്നിട്ടും ഇത് ഈ പരുവായിപ്പോയി. അപ്പോൾ മഴക്കാലത്ത് ഇതുപോലുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇതുവരെ നോക്കിയ 16 കാര്യങ്ങളും മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വരാൻ പോകുന്ന മഴക്കാലം നമ്മുടെ ചെടികൾ അധികം കേടൊന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുന്നത് കരുതാണ്. ഹെൽപ്ഫുള്ളാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലത്തെ ഹെൽപ്ഫുള്ളായ വേറെ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം അടുത്ത വീഡിയോയിൽ. ബൈ.